നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ നോക്കാം. CPM-ൽ കൊട്ടാര വിപ്ലവം. ഇപ്പോഴത്തേത് കള്ളക്കടത്ത് നേട്ടം പങ്കുവയ്ക്കുന്നതിലെ തർക്കമെന്ന് കെ സുരേന്ദ്രൻ. വി.ഡി. സതീശന്റെ ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ അൻവറിന്റെ മൊഴിയെടുത്തു. വിഭാഗീയതയ്ക്കിടെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. MV ഗോവിന്ദൻ പങ്കെടുക്കുന്നു. PV അൻവറിന്റെ വെളിപ്പെടുത്തലും EP-യുടെ പിണക്കവും ചർച്ചയ്ക്ക്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ 2 നേതാക്കൾക്ക് താക്കീത്. സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ. യോഗം സിനിമാ കോൺക്ലേവിന് മുന്നോടിയായി. കോൺക്ലേവ് നവംബറിൽ നടത്തുന്നതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് ഷാജി എൻ കരുൺ. ശാരീരിക വെല്ലുവിളി നേരിടുന്ന പഞ്ചായത്ത് സെക്രട്ടറിയോട് ക്രൂരത. അരയ്ക്ക് താഴെ തളർന്ന സെക്രട്ടറിയെ തുടരെ പടിക്കെട്ടുകൾ കയറ്റി. പ്രതികാരം അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്. സംഭവം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ. ജമ്മുകശ്മീരിൽ ഭീകരവാദം തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ. പൗരന്മാരെ ഭീകരതയിൽ നിന്ന് രക്ഷിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ച BJP. വിനായക ചതുർത്ഥി ആഘോഷത്തിൽ ഭാരതം. ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. മള്ളിയൂരിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും. സമഗ്ര കവറേജുമായി ജനം TV. നോക്കാം വിശദമായി. PV അൻവർ പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം. മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി പാർട്ടിക്കും നൽകുമെന്ന് പ്രഖ്യാപിച്ച PV അൻവറിനെ പൂർണ്ണമായും തള്ളി P ശശിക്കും ADGP അജിത് കുമാറിനും സംരക്ഷണമൊരുക്കുകയാണ് CPM. അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെൻറ്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെൻറ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെയുള്ള പരാതികൾ പറഞ്ഞ ശേഷം PV അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി പാർട്ടിക്കും നൽകുമെന്നതായിരുന്നു. എന്നാൽ P ശശിക്കെതിരെ രേഖാമൂലം ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. TV-യിൽ പറയുമ്പോൾ പറയുന്നത് വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം വിമർശനമായും ചോദ്യമായും ഉയരുന്ന സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി തലയൂരാൻ CPM ശ്രമിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയടക്കം അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കാതെയാണ് നിലപാട് സ്വീകരിച്ചത്. ഇതോടെ P ശശിയെയും അജിത് കുമാറിനെയും സംരക്ഷിച്ച് മുന്നോട്ടു പോകുക എന്ന നിലപാട് തന്നെയാണ് CPM-നെന്നത് പകൽ പോലെ വ്യക്തം. ജനം, തിരുവനന്തപുരം. PV അൻവറിനെ തള്ളിപ്പറഞ്ഞ് CPM നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി. അൻവറിന് പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് പാർട്ടിക്കകത്താണ്. പാർട്ടിയോട് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര വിവാദം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് കാര്യമായി പരിഗണിച്ചതെന്നും പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. അൻവർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഗൗരവമുള്ളതായത് കൊണ്ടാണ് മുഖ്യമന്ത്രി ധാരാളം സമയമെടുത്ത് അതെല്ലാം കേട്ട് നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത്. അല്ല, അത് ഏത് വിഷയം കിട്ടിയാലും അത് പാർട്ടിക്കെതിരായിട്ട് തിരിച്ചുവിടുന്നതിന് വേണ്ടി സംഘടിതമായിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം
CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടി. മുൻ MLA A. പത്മകുമാറിനും മുതിർന്ന നേതാവ് PB ഹർഷകുമാറിനും താക്കീത് നൽകി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചകളുടെ പേരിലായിരുന്നു കയ്യാങ്കളി. പാർട്ടിയോട് ഇടഞ്ഞ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP ജയരാജൻ ഇന്നലെ നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുത്തില്ല. ആത്മകഥ എഴുതുമെന്നാണ് EP ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് EP ജയരാജൻ. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് EPയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. പിറ്റേന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ EP നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. EPയുടെ മൗനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാർട്ടിയോട് ഇടഞ്ഞു തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP ജയരാജൻ തുടരുകയാണ്. ഇന്നലെ നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും EP പങ്കെടുത്തില്ല. EPക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം EPക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ EP പ്രതിഷേധത്തിലായിരുന്നു. ആത്മകഥ എഴുതുമെന്നാണ് EP ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. ആത്മകഥ അവസാന ഘട്ടത്തിലുമാണ്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർ സംഭവങ്ങളുമെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതുമെന്നും ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. കൺവീനർ സ്ഥാനം ഒഴിയാൻ EP താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അതേസമയം രാജി പോലെ ആത്മകഥയിൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം. സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ നടക്കുകയാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായാണ് ചർച്ച നടന്നത്. സിനിമാ കോൺക്ലേവ് മാറ്റിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കോൺക്ലേവ് നവംബറിൽ നടത്താൻ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് സമിതി ചെയർമാൻ അറിയിച്ചു. അമ്മ അടക്കമുള്ള സംഘടനകളുമായും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. കണ്ണൂർ ഇരിട്ടി വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത്. 9ാം ക്ലാസ്സുകാരനെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബം ആരോപിച്ച് പോലീസിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ സുരേഷ് സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. സ്കൂളിൽ നിന്നുണ്ടായ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. സ്കൂളിൽ വെച്ച് കുട്ടിയുടെ കൈ തട്ടി ജനാലയുടെ ഗ്ലാസ് തകർന്നിരുന്നു. ഇതിന്റെ നഷ്ടപരിഹാരമായി 300 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് മാനസിക പീഡനം. ശരിക്കും തിങ്കളാഴ്ച ആണ് ഈ ഗ്ലാസ് പൊട്ടിയെന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് സ്കൂളിൽ. പക്ഷേ തിങ്കളാഴ്ച ഇവരോട് ഗ്ലാസ് പൊട്ടിയ സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പാളും HM കൂടെ HM പറഞ്ഞു വിടുന്നുണ്ട് ഈ കുട്ടിയോട് ഗ്ലാസ് പൊട്ടിയതിൻ്റെ പൈസയും അതുപോലെ തന്നെ വരുമ്പോൾ രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ട് ചൊവ്വാഴ്ച വരണമെന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിനൊരു 300 രൂപ ചിലവുണ്ട്. ആ ചിലവ് പൈസ കൂടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഈ ആത്മഹത്യകളിലേക്ക് പോകാനുള്ള കാരണം ഉണ്ടായത് തന്നെ. പഠിക്കാൻ മിടുക്കനായിരുന്ന ആരോമലിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം. കുട്ടി ബെസ്റ്റ് ആക്ടറാണ്, നന്നായിട്ട് പഠിക്കും, എല്ലാ തലങ്ങളിലും കുട്ടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. അവനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമോ മറ്റ് നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാം പ്ലസ് പോയിന്റാണ് എല്ലാ സ്ഥലങ്ങളിലും, മാഷന്മാർക്കും എല്ലാവർക്കും അതെ. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കുടുംബം ആറളം പോലീസിൽ പരാതി നൽകി. ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിച്ചു. ജനം, കണ്ണൂർ. മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ റോഡ് ഉദ്ഘാടനത്തിനെതിരെ CPM ശക്തി കേന്ദ്രങ്ങളിൽ പോസ്റ്റർ. കോഴിക്കോട് പാറക്കടവ് ചെക്യാർഡ് റോഡ് ഉദ്ഘാടനത്തിനെതിരെയാണ് കരിങ്കൊടിയും പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടത്. ഉദ്ഘാടനം ചെയ്യുന്നത് അഴിമതി റോഡ് ആണ് എന്നും വിമർശനം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ റോഡ് നിർമ്മാണം ഇതുവരെയും പൂർത്തിയാകാത്തതാണോ? ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണോ? എന്താണ് ഈ പോസ്റ്റർ? ഇത് വ്യാപകമായി പ്രതിഷേധമുള്ളതാണോ? ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ റോഡിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് തന്നെ ഉയർന്നു നിന്നിരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഈ മന്ത്രി PM മുഹമ്മദ് റിയാസ് ആയിരുന്നു ഈ റോഡ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെയും. CPM ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള
പോസ്റ്ററുകളാണ് ഇന്നലെ രാത്രി മുതൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പണിതീരാത്ത റോഡ് ഇത്ര ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ഈ റോഡ് നിർമ്മാണത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഈ പോസ്റ്ററുകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് അഴിമതി റോഡാണ് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മന്ത്രി തിരിച്ചുപോയി. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത്. റോഡിന്റെ പണി പൂർത്തിയാകാതെയാണ് ഇത്തരത്തിൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നതാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ, ശരി ദിസ്ന. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് H3N2ഉം H1N1ഉം രോഗം സ്ഥിരീകരിച്ചു. 5 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗബാധയ്ക്ക് പിന്നാലെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. റോഡ് വികസനത്തിനായി മണ്ണ് നീക്കിയ സ്ഥലം കയ്യേറിയത് ജനം TV വാർത്തയെ തുടർന്ന് ഒഴിപ്പിച്ചു. കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലാണ് സ്വകാര്യ വ്യക്തി സ്ഥലം കയ്യേറിയത്. ഇതിനെതിരെ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജനം TV വാർത്ത നൽകിയത്. രണ്ടു വർഷം മുമ്പാണ് പെരുവയൽ പഞ്ചായത്തിലെ പെരിങ്ങളം കുരിക്കത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സൺഡേ റോഡ് പ്രദേശത്തെ സ്ഥലങ്ങൾ നോട്ടീസ് നൽകി ഒഴിപ്പിച്ചത്. തടസ്സം നിന്നവരുടെ സ്ഥലങ്ങൾ പോലീസിനെ ഉപയോഗിച്ചാണ് ഒഴിപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഒഴിപ്പിച്ച സ്ഥലം സ്വകാര്യ വ്യക്തി വീണ്ടും കയ്യേറി. അതിനെതിരെ മന്ത്രിക്കും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. തുടർന്നാണ് ഈ സംഭവം ജനം TV വാർത്തയാക്കിയത്. തുടർന്ന് നടപടിയും ഉണ്ടായി. PWD സർവേ ചെയ്ത് 2 ഭാഗത്തുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ എല്ലാ ആളുകളും വിട്ട് കിട്ടിയ സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഉടമ വിട്ട് കെട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, വീണ്ടും ഇങ്ങോട്ട് ഇറക്കി കെട്ടുകയാണ്. ഒരു വ്യക്തി മാത്രം വീണ്ടും ഇറക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ധിക്കാരപരമായ നടപടിയാണ്. ഇത് മുമ്പ് ജനം TVയിൽ വന്ന വാർത്തയാണ്. ജനം TV വാർത്തയ്ക്ക് ശേഷമാണ് ഈ കാര്യങ്ങൾ ദ്രുതഗതിയിലൊക്കെ നീങ്ങിയത്. അതുകൊണ്ട് വീണ്ടും ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ ഒന്ന് ചേർന്ന് വീണ്ടും ഈ രീതിയിൽ ഇവിടെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സ്ഥലം ഒഴിപ്പിക്കാനെത്തിയ ഓവർസിയറേയും സംഘത്തെയും കയ്യേറ്റക്കാരൻ തടഞ്ഞതിനാൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു നടപടി സ്വീകരിച്ചത്. ജനം, കോഴിക്കോട്. വീടില്ലാത്തതിനാൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിൽ കഴിയുകയാണ് വയനാട് പിലക്കാവ് സ്വദേശി ചന്തുവും കുടുംബവും. കുട്ടികളടക്കമുള്ളവരാണ് ഈ കൂരയിൽ ഭയത്തോടെ കഴിയുന്നത്. വീടിനായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. നാല് വർഷത്തിലധികമായി ഈ കൂരയിലാണ് ചന്തുവും കുടുംബവും കഴിയുന്നത്. മഴക്കാലമായാൽ കൂര ചോർന്നൊലിക്കും. ചെറിയ കുട്ടികളടക്കമുള്ള വീട്ടിൽ ഓരോ ദിവസവും പേടിയോടെയാണ് ഇവർ തള്ളി നീക്കുന്നത്. ചന്തുവിന്റെ ഒരു ഭാഗം തളർന്നതാണ്. അപേക്ഷകൾ നിരവധി നൽകിയെങ്കിലും നടപടി മാത്രമുണ്ടായില്ല. പെൻഷൻ കൊടുത്താലും അതും കിട്ടുന്നില്ല. ഞാൻ 3 ആഴ്ച കോഴിക്കോട് കിടന്നു. ഇപ്പോൾ ഇറങ്ങി വന്നു. രണ്ടാമത് പോകുമ്പോൾ എനിക്ക് ഞാൻ പോയിട്ടില്ല. ഇത് ഇങ്ങനെ കിടക്കുന്നു. ഇതിനുള്ളിൽ വെള്ളം അടിച്ചിട്ട് വേണം കിടക്കാൻ നിൽക്കാൻ. അതിന് തോന്നുന്നു എല്ലാത്തിലും വെള്ളം. ഒരിക്കലും കിടക്കാൻ പറ്റുന്നില്ല. അതിന് വെളിച്ചമില്ല, വെട്ടമില്ല, ഒന്നുമില്ല. പെൻഷൻ കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ കൊടുക്കുക. പെൻഷൻ കൊടുത്താൽ പെൻഷൻ കിട്ടുന്നില്ല. ഒരു കാലത്തെ പ്രമുഖ കുറിച്ച തറവാടാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച നിലയിൽ കാണുന്നത്. വീടിനാകട്ടെ അടച്ചുറപ്പുള്ള വാതിലുകളുമില്ല. ST പ്രൊമോട്ടറോടും പലതവണ ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. മുനിസിപ്പാലിറ്റിയിൽ അടക്കം പരാതി നൽകി. പക്ഷേ നടപടി മാത്രമുണ്ടായില്ല. എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് വീട് അനുവദിച്ചു തരണമെന്നാണ് ചന്തുവിന്റെയും അമ്മിണിയുടെയും അപേക്ഷ. ജനം, വയനാട്. കോഴിക്കോട്ടെ വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട നടപടി സ്വാഗതം ചെയ്യുന്നതായി കുടുംബം. കേരള പോലീസിൽ വിശ്വാസമുണ്ടെന്നും മറ്റു കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് പറയാമെന്നും കുടുംബം പറഞ്ഞു. നേരത്തെ ADGP MR അജിത് കുമാർ ഉൾപ്പെട്ട സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചതിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. തുടർന്ന് കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് DGP ഉത്തരവിറക്കിയത്.
വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ പഠനം നടത്താൻ അമൃത വിശ്വവിദ്യാപീഠത്തിന് സർക്കാർ അനുമതി. കണ്ടെത്തലുകൾ ആദ്യം ജില്ലാ കളക്ടർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൈമാറണമെന്ന് ഉപാധിയും സർക്കാർ വച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലാണ് അമൃത വിശ്വവിദ്യാപീഠം പഠനം നടത്തുക. മേഖലയിൽ ഗവേഷണം നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്ഥാപനം നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് അനുമതി നൽകിയത്. കണ്ടെത്തലുകൾ ആദ്യം ജില്ലാ കളക്ടർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൈമാറണമെന്ന ഉപാധിയും അനുമതിക്കൊപ്പം ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിടിച്ചിൽ സാധ്യതകളും കാരണങ്ങളുമെല്ലാം പഠനവിധേയമാക്കും. മണ്ണിടിച്ചിൽ സാധ്യത കുറയ്ക്കുന്നതിനുള്ള പഠനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകാരം നേടിയിട്ടുള്ള സ്ഥാപനമാണ് അമൃത വിശ്വവിദ്യാപീഠം. ഉരുൾപൊട്ടൽ മാതൃകകൾ തത്സമയം സൃഷ്ടിക്കാൻ കഴിയുന്ന ലബോറട്ടറി സംവിധാനവും സ്ഥാപനത്തിനുണ്ട്. ദുരന്തത്തിന്റെ കാര്യകാരണങ്ങളിലേക്കും ഭാവി പ്രതിരോധത്തിലേക്കും വിലപ്പെട്ട സംഭാവനകൾ പഠനത്തിലൂടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷകർ നേരത്തെ മേഖലയിൽ പഠനം നടത്തിയിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് മഴ കനത്താൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യത ഈ പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണം നിർണായകമാകുന്നത്. നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിൽ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി വിലക്കേർപ്പെടുത്തിയത് വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കൂട്ടുകാരപ്പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കുടരഞ്ഞി കൂട്ടക്കര സ്വദേശി റോജിൻ തൂങ്കുഴിയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഫയർഫോഴ്സും നാട്ടുകാരും കൂട്ടക്കര പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. ദിസ്ന, ആ തിരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു? ഏതൊക്കെ ഇടങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയത്? ഇന്നലെ രാത്രി മുതലാണ് ഇയാളെ കാണാതായത്. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ്, ഈ കൂട്ടുകര പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഇയാളെ വീട്ടിൽ നിന്ന് കാണാതായതിനു ശേഷം ബന്ധുക്കൾ നടത്തിയ തിരച്ചിലാണ് ഇങ്ങനെ പുഴയിലേക്ക് ഒരാൾ ചാടിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം ലഭ്യമായിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാണാതായ സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ താഴെ കോലോത്ത് കടവ് തടയണ്ണയുടെ സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ദിസ്ന. സൂപ്പർ ലീഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പുതിയ സ്റ്റേഡിയങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് ലീഗ് CEO മാത്യു ജോസഫ്. ഇതൊരു പുതിയ ലീഗാണ്, എന്നാൽ 2 വർഷം ഇതിനു പിന്നിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലം തീർച്ചയായും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇത് സീസൺ 1 ആണ്, എന്നാലും പുതിയതല്ല. ആക്ച്വലി വി ഹവ് ബീൻ വർക്കിംഗ് ഇതിൻ്റെ മേളിൽ ഞങ്ങൾ 2 കൊല്ലമായിട്ട് വി ഹവ് ബീൻ വർക്കിംഗ് വെരി ഹാർഡ് ഓൺ ദിസ്. ആൻഡ് ഇത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അപ്രൂവലോടെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗാണ്. കേരളത്തിലെ ഫസ്റ്റ് പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ്. നമ്മൾ ഇത്രയും നല്ല ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഫുട്ബോളിനകത്ത്, ബട്ട് ഇന്ന് വരെ നമുക്ക് ഈ സ്റ്റേറ്റിലൊരു പ്രൊഫഷണലായിട്ട് ഈ ഒരു സ്കെയിലിൽ ഒരു ഫുട്ബോൾ ലീഗ് തുടങ്ങിയിട്ടില്ലായിരുന്നു. സോ ഐ തിങ്ക് ഈ കൊല്ലം 2024 സെപ്റ്റംബർ 7 നമ്മൾ ഫസ്റ്റ് സീസൺ 1 കിക്ക് ഓഫ് മാച്ചാണ്. സോ കേരള ഫുട്ബോൾ ആക്ച്വലി ഇതൊരു 6 ഡിസ്ട്രിക്റ്റ് അല്ല, 14 ഡിസ്ട്രിക്റ്റിലും അത്രയും അവിടെ എല്ലായിടത്തും ഒരു ഈക്വൽ ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. ഡെഫിനറ്റ്ലി നോർത്ത് കേരളയിൽ ഇൻട്രസ്റ്റ് കൂടുതൽ, മലപ്പുറം, കണ്ണൂർ, കാലിക്കറ്റ് ഒക്കെ വളരെ കൂടുതലാണെങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും കേരളത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഗെയിമാണിത്. സോ ഡെഫിനറ്റ്ലി ഇതിപ്പം സീസൺ 1 നമ്മൾ 6 ഫ്രാഞ്ചൈസ് ആണെങ്കിലും ബട്ട് ഇവൻച്വലി വി വിൽ ഗ്രോ ടു മോർ ദൻ 14. ഫൈനലി ഒരു 14 ഫ്രാഞ്ചൈസീസ് ആണ് നമ്മുടെ നോട്ടം. വി വിൽ ഡെഫിനറ്റ്ലി ബി ഗ്രോയിങ് ദിസ്. എന്നാലേ കൂടുതൽ ടീംസും കൂടുതൽ പ്ലെയേഴ്സിന് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. ഇപ്പോഴത്തെ ടൈമിൽ നമുക്ക് വി ഹാവ് 4 സ്റ്റേഡിയംസേ ഉള്ളൂ. കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആൻഡ് മലപ്പുറം. അപ്പോൾ ഈ 4 സ്റ്റേഡിയത്തിനാണ് നമുക്കിതെല്ലാം മാച്ചസ് നടത്തേണ്ടത്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 1 to 2 yearsനകത്ത് വി ഷുഡ് ബി ഏബിൾ ടു എക്സ്പാൻഡ് ടു ഫർദർ ലൊക്കേഷൻസ്. ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ഹാസ് ബീൻ, നമുക്ക് വളരെ നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ്റിന് എപ്പോഴും നമുക്ക് കിട്ടിയത്. ഇൻഫാക്റ്റ് നമ്മുടെ ലോഗോ ലോഞ്ചിൽ ചീഫ് മിനിസ്റ്റർ
ആ സമയം തൊട്ടേ നമുക്ക് എല്ലാ ഒരു ഹെൽപ്പും എന്ത് രീതിയിൽ വേണമെങ്കിലും സ്പോർട്സിന് വേണ്ടി ആൻഡ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതെല്ലാത്തിനുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇൻഫാക്ട് ISSKയിൽ സ്പോർട്സിൻ്റെ സമ്മിറ്റ് ഉണ്ടായിരുന്നു. ആ സമ്മിറ്റിൽ ഞങ്ങൾ 8 സ്റ്റേഡിയംസ് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാമെന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. വി ആർ വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. ഇപ്പോൾ ഇതൊരു PPP മോഡലിലാണ് നമ്മൾ നോക്കുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു മോഡലിനെ പോലെ ഇഫ് വി ക്യാൻ ഡു ദാറ്റ് കേരളത്തിൽ 8 ഡെഡിക്കേറ്റഡ് ഫുട്ബോൾ സ്റ്റേഡിയംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ 15,000 to 20,000 ആൾക്കാരുടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ആക്ച്വലി സൂപ്പർ ലീഗ് കേരളയ്ക്കും ഇങ്ങനത്തെ ഒരു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു എക്സംഷൻ തന്നിട്ടുണ്ട് ടു ഹാവ് 6 ഫോറിൻ പ്ലെയേഴ്സ്, 6 ഫോറിൻ പ്ലെയർ ഒരു ടീമിൽ. സോ 6 ടീമിൽ 36 ഫോറിൻ പ്ലെയേഴ്സാണ് വരുന്നത്. നമുക്ക് ഓൾ ഓവർ ദ വേൾഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബ്രസീൽ, അർജൻറ്റീന, UK, സ്പെയിൻ എല്ലായിടത്തു നിന്നും പ്ലെയേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുവാണ്. സോ ഈ ഒരു 3 months ഈ ഒരു ടൂർണമെൻറ്റിനകത്ത് പ്രാക്ടീസും ഈ നമ്മുടെ ലീഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ ടാലൻസിന് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. സോ ഈ ഫോറിൻ പ്ലേയേഴ്സിനൂടെ കളിക്കുമ്പോൾ സ്റ്റാൻഡേർഡ്സ് ആർ ഡെഫിനറ്റ്ലി ഗോയിങ് അപ്പ്. പ്ലസ് ഇതിന് നമ്മുടെ മെയിൻ ഹെഡ് കോച്ച് എന്ന് പറയുന്ന പ്രോ ലൈസൻസ് ഉള്ള കോച്ചാണ്. നമ്മുടെ ലീഗിന് ആക്ച്വലി പ്രോ ലൈസൻസ് കോച്ചിൻ്റെ ആവശ്യമില്ല. ബട്ട് വി ഹാവ് സ്റ്റിൽ ഹാവിങ് പ്രോ ലൈസൻസ് 6 ഫോറിൻ പ്ലെയേഴ്സ്, ഫോറിൻ കോച്ചസാണ് നമ്മുടെ കയ്യിലുള്ള. യൂറോപ്യൻസ് ഉണ്ട്, സൗത്ത് അമേരിക്കൻസ് ഉണ്ട്. സോ ദേ ആർ ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ഫുട്ബോൾ. സോ അങ്ങനത്തെ ഒരു കോച്ച് ഇവിടെ വന്ന് നമ്മളുടെ പ്ലെയേഴ്സിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സ്റ്റാൻഡേർഡ്സ് വിൽ ഗോ അപ്പ്. ആൻഡ് ഇതിൻ്റെ റിസൾട്ട്സ് നെക്സ്റ്റ് 2 to 3 yearsനകത്ത് കാണാൻ പറ്റും. നമ്മുടെ പൈപ്പ് ലൈൻ ഫ്രം കേരള വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. നമ്മളാണ് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇന്നിപ്പം നമ്മൾ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് പ്ലെയേഴ്സാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനത്തെ സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നത്. ബട്ട് ഹിയർ വിത്ത് മോർ നമ്പർ ഓഫ് ടാലൻറ്റ്സ് ഗെറ്റിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഐ തിങ്ക് വി വിൽ be able to export players. സ്റ്റാർലൈനർ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം 9:31 പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്തു. 6 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂൾ ഭൂമിയിൽ തിരിച്ചിറക്കിയത്. ജൂൺ 5 വിക്ഷേപിച്ച സ്റ്റാർലൈനറിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുവരവ് വൈകിയിരുന്നു. തുടർന്നാണ് പേടകം മാത്രം തിരിച്ചിറക്കുന്നത് സംബന്ധിച്ച ആലോചന ഉണ്ടായത്. ഇക്കഴിഞ്ഞ ദിവസം തിരിച്ചിറക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:45 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സ്റ്റാർലൈനർ വേർപെട്ടു. തുടർന്ന് 6 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ലാൻഡിംഗ് സാധ്യമാക്കുകയായിരുന്നു. ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിലാണ് ക്യാപ്സ്യൂൾ ലാൻഡ് ചെയ്തത്. സുനിത വില്യംസിനെയും ബഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് തന്നെ തുടരാൻ നിർദ്ദേശിച്ച് പേടകം മാത്രം ഭൂമിയിലിറക്കിയത് ശരിയായ തീരുമാനമെന്ന് നാസ അധികൃതർ വ്യക്തമാക്കി. വിക്ഷേപണത്തിന് മുൻപ് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റാർലൈനറിന്റെ പ്രയാണം. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയതിനു ശേഷം പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പേടകം മാത്രം തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്റ്റാർലൈനറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇരുവരെയും ഫെബ്രുവരിയോടെ തിരിച്ചെത്തിക്കാനാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്. സയൻസ് ഡെസ്ക്, ജനം. ജമ്മുകശ്മീരിൽ പ്രചാരണം ശക്തമാക്കി BJP. ജമ്മുകശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകിയ അനുച്ഛേദം 370 ചരിത്രമായി എന്നും ഇനി ഒരിക്കലും മടങ്ങിവരില്ലെന്നും പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ നിലപാട് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാനാണ് BJP നീക്കം. തൃശൂർ പുന്നയൂർക്കുളത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നവീകരണം നടത്തിയ വീടിന്റെ സമർപ്പണം നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താക്കോൽദാനം നിർവഹിച്ചു. തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായാണ് സേവാഭാരതി ഉപ്പുങ്ങലിൽ നിർധന കുടുംബത്തിന് വീട് നവീകരിച്ച് നൽകിയത്. ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സംഘചാലക് CG നന്ദകുമാർ, ഖണ്ഡ് സംഘചാലക് PN മുരളീധരൻ, ജില്ലാ സേവാ പ്രമുഖ് CS രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ.
മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കൂടുതലും ആളുകൾ അംഗത്വം എടുത്തത് CPM-ൽ നിന്നുള്ളവരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CPM-നെ പരാജയപ്പെടുത്തുകയാണ് BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യം. CPM-ൽ നിന്ന് ഇനിയും ആളുകൾ BJP-യിലേക്ക് വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 4 ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും CPM-ൽ നിന്നുള്ളവരാണ്. പിന്നെ CPM ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ CPM-ന്റെ ഗതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? BJP ഇവിടെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെയും CPM-നെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു ആനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു ആനുകൂല്യവും BJP-യിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് 91 അതൊന്നുമല്ല. അതുകൊണ്ട് ആ ഒരു കട്ടിൽ കണ്ടിട്ട് പനിക്കേണ്ട. കോൺഗ്രസും CPM-ഉം ഒരേ കള്ള നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. ഞങ്ങൾ CPM-നോട് ആശയപരമായ യുദ്ധം ചെയ്ത് ഇത്രയും കാലം പ്രവർത്തിച്ചു. CPM-നെ പരാജയപ്പെടുത്തി കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവിശേഷം കാണാം.